ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ എന്ന് റഷ്യ പ്രഖ്യാപിക്കുമ്പോൾ ജയസൂര്യൻ സർ അതൊരു അത്ഭുതമല്ല, അല്ലെങ്കിൽ അതൊരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയല്ല നമ്മളെയൊക്കെ സംബന്ധിച്ച്. 1947 റഷ്യൻ ഫെഡറേഷൻ സ്വാതന്ത്ര്യം നേടിയത് മുതൽ ആരംഭിച്ചൊരു ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത്. നമുക്കറിയാം, റഷ്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ വിപണി കൂടിയാണ് ഇന്ത്യ. 2017 ഇന്ത്യൻ സൈന്യത്തിന്റെ ഹാർഡ്വെയർ ഇറക്കുമതിയുടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 68% റഷ്യയിൽ നിന്നാണ് വന്നത്. അതുപോലെ തന്നെ റഷ്യയുടെ പ്രതിരോധ ഉപകരണങ്ങളുടെ മുഖ്യ വിതരണക്കാരി കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ റഷ്യ നൽകുന്ന ഒരു പിന്തുണ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ടതേയില്ല. 1971 ഇന്ത്യ പാക് യുദ്ധമുണ്ടായ സമയത്തും ഇതുപോലെ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നും പാകിസ്ഥാനൊപ്പം പാകിസ്ഥാന്റെ ഒരു ബാക്ക് ആയിട്ട് നിന്നിരുന്ന ഒരു രാജ്യമുണ്ട്. ഇന്നും അതേ രാജ്യം പാകിസ്ഥാന്റെ പുറകിലുണ്ട്. റഷ്യ ഇന്ന് 2025 ഇന്ത്യ പാക് യുദ്ധത്തോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ സംഘർഷാവസ്ഥയിൽ ഇന്ത്യക്ക് ഒരു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് മറ്റൊരു രാജ്യത്തിന് വലിയ തിരിച്ചടിയാണ്. അവരിപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ഇനിയൊരു പിന്തുണ നൽകേണ്ടതുണ്ടോ എന്ന് പോലുമുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്ക് അവരെ ചെന്നെത്തിക്കും എന്നുള്ളതാണ്. ആ രാജ്യം ഏതാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും, അറിയാമായിരിക്കും. എങ്കിലും ജയസൂര്യൻ സാർ, എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇനിയും റഷ്യ ഇത്തരത്തിലൊരു പിന്തുണ ഇന്ത്യക്ക് പ്രഖ്യാപിക്കുമ്പോൾ ആ ഒരു രാജ്യത്തിന് ഇനിയും പാകിസ്ഥാനൊരു പൂർണ്ണ പിന്തുണ എന്ന രീതിയിൽ പറഞ്ഞു നിൽക്കാൻ സാധിക്കുമോ? റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം എന്നുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ ആരംഭിച്ചതാണ്. അന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. എങ്കിലും നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളായിരുന്നത് കൊണ്ട് അമേരിക്കൻ ചേരിയോട് ചേരുന്നതിന് പകരം കമ്മ്യൂണിസ്റ്റ് ചേരിയോട് കൂറ് പ്രഖ്യാപിക്കുകയും സോവിയറ്റ് യൂണിയനെ അതിന്റെ ഭരണരംഗത്തും നയരംഗത്തും രാഷ്ട്രീയ രംഗത്തും പിൻപറ്റുകയും ചെയ്ത ചരിത്രമാണ് നമുക്കുള്ളത്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്നും പറിച്ചു നട്ട പഞ്ചവത്സര പദ്ധതിയൊക്കെ വരികയും ഖനവ്യവസായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും അങ്ങനെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തത് സോവിയറ്റ് യൂണിയന്റെ മാർഗനിർദ്ദേശ പ്രകാരം തന്നെയായിരുന്നു. അവിടെ മുതൽ ഈ കാലഘട്ടം വരെ, പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നു 16 രാജ്യങ്ങളായി മാറിയെങ്കിലും റഷ്യ എന്ന് പറയുന്ന അതിലെ വലിയ രാജ്യം ഇന്നും വീറ്റോ പവറോട് കൂടി ഐക്യരാഷ്ട്രസഭയിലുള്ള റഷ്യ ഭാരതവുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോരുന്ന ഒരു രാജ്യമാണ്. അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഭാരതത്തിന്റെയും റഷ്യയുടെയും പരസ്പരമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഒരു സമാനമായ അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും പലരും പ്രതീക്ഷിച്ചിരുന്നത് റഷ്യ ഏത് നിലപാടെടുക്കും എന്നുള്ളതായിരുന്നു. പരസ്യമായി പ്രഖ്യാപിച്ചില്ലല്ലോ, കൃത്യമായി പറഞ്ഞില്ലല്ലോ, റഷ്യ മുന്നോട്ട് വന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സംസാരം, അടക്കിപ്പിടിച്ച സംസാരമെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് വളരെ വ്യക്തമായ ഭാഷയിൽ റഷ്യ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ പിന്തുണ ഭാരതത്തിനാണ്. അപ്പോൾ റഷ്യ എന്ന് പറയുന്ന വൻശക്തിയുടെ പിന്തുണ കൂടി ഭാരതത്തിന് ലഭിക്കുമ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ആയുധ രംഗത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രംഗത്തോ ഉള്ള പിന്തുണയേക്കാൾ ഉപരി അന്താരാഷ്ട്ര രംഗത്തുള്ള ഒരു വലിയ അംഗീകാരമാണ്. ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ യോജിച്ചു നിൽക്കാൻ റഷ്യ എന്ന് പറയുന്ന വൻശക്തി കൂടി ഭാരതത്തോടൊപ്പം നിൽക്കുന്നു. ഓൾറെഡി അമേരിക്ക ഭാരതത്തോടൊപ്പമുണ്ട്. സൗദി അറേബ്യ അടക്കം UAE അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഭാരതത്തോടൊപ്പമുണ്ട്. ഭീകരവാദികളുടെ ആക്രമണങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്ന എല്ലാ ലോക രാജ്യങ്ങളും ഇന്ന് ഭാരതത്തോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഭാരതത്തിനെതിരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന 1-2 രാജ്യങ്ങൾ മാത്രമായി ചുരുങ്ങി. പക്ഷെ ഇവിടെ റഷ്യ പിന്തുണയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ വലിയ പിന്തുണ, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പൊ നീതു ഉയർത്തിയത്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ചൈനയുടെ പിന്തുണ. അതല്ലേ നീതു ഉദ്ദേശിച്ചത്? ചൈനയുടെ പിന്തുണ. ആ ചൈനയുടെ പിന്തുണ പാകിസ്ഥാന് കിട്ടുമല്ലോ, അപ്പോൾ എതിർചേരിയിൽ അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിന്റെ പിന്തുണ ഉറപ്പാകുമല്ലോ എന്നാണ്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് അതല്ല എന്നാണ് എന്റെ അഭിപ്രായം. ചൈനയ്ക്ക് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന താല്പര്യം എന്താണ്? പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൂടി കടന്ന് പാകിസ്ഥാന്റെ ഭൂമിയെ കൃത്യമായും കീറി മുറിച്ച്
കറാച്ചി തുറമുഖത്തിൽ വരെ എത്തുന്ന ഒരു വ്യാപാര പാത നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു ചൈനയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് തടസ്സമായി നിൽക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പൊ വളരെ ശക്തമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഏറ്റവും ദുർബലമാണ്. പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നിടത്ത് അവര് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഹൈവേ കറാച്ചി വരെയോ ഗദാർ വരെയോ എത്തുമോ എന്നൊന്നും ആർക്കും അറിയില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആൾക്കാര് ചൈനക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ തട്ടിക്കൊണ്ടു പോവുകയും തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അതായത് ചൈന ബലൂചിസ്ഥാനിലൂടെ ഒരു ഹൈവേ പണിയുന്നതിനോട് അവർക്ക് താല്പര്യമില്ല, അവർ തുറന്ന എതിർപ്പിലാണ്. അപ്പോൾ ദുർബലമായ പാകിസ്ഥാനെ എത്ര സഹായിച്ചാലും ബലൂചിസ്ഥാനെ നേരിട്ടുകൊണ്ട് ഈ പാത പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യമായ പ്രയോജനമൊന്നുമില്ലാതെ ലോകം മുഴുവൻ വെറുക്കുന്ന ഒരു ഭീകരരാഷ്ട്രത്തിന് പിന്തുണ കൊടുത്തിട്ട് എന്ത് നേടാനാണ് എന്നൊരു ചിന്ത ഇപ്പോൾ ചൈനയെ പിടികൂടിയിട്ടുണ്ട്. ഇതിന് മറ്റൊരു മറുവശം കൂടിയുണ്ട്. ഇപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ചൈനയ്ക്കെതിരായിട്ടുള്ള ഉപരോധം എന്ന് പറയുമ്പോൾ 245% അധിക തീരുവ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ തീരുമാനമാണ്. ഇത് ഒരു കാരണവശാലും ചൈനയുടെ ഒരു ഉൽപ്പന്നങ്ങളും അമേരിക്കയിൽ എത്തുകയില്ല, അമേരിക്ക ഇറക്കുമതി ചെയ്തില്ല എന്ന ശാഠ്യം പിടിച്ചിരിക്കുകയാണ്. ഇതിന് മറുപടിയായി 125% തീരുവ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ചൈനയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും വിഷയം തീരില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൽപാദന മേഖല ഇന്ന് നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് ട്രംപിനെ കൊണ്ട് ഈ നികുതി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഭാരതത്തിനെതിരെ ട്രംപ് പ്രഖ്യാപിച്ച അധിക നികുതിയൊക്കെ കുറച്ചിട്ടുണ്ട്. അത് കുറപ്പിക്കാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനെതിരായിട്ട് ഇതുപോലെയുള്ള അധിക ചുങ്കം അടിച്ചേൽപ്പിച്ചത് കുറച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ അക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ചൈന അക്കാര്യത്തിൽ വിജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അപ്പോൾ പിന്നെ എന്താണ്? വ്യാപാര രംഗത്ത് ഇതിനൊരു ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസ് എന്ന് പറയുന്നത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്ത് അവിടെ നിന്ന് കുറഞ്ഞ തീരുവയോടെ അമേരിക്കയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് ഇന്നിപ്പോൾ സാധ്യതയുള്ള ഒരേ ഒരു രാജ്യം ഭാരതമാണ്. കാരണം അമേരിക്ക ആവശ്യപ്പെടുന്ന ക്വാണ്ടിറ്റി വളരെ വലിയ ഉയർന്ന അളവിൽ ഉൽപ്പന്നങ്ങൾ ചെറിയ ചിലവിൽ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് എത്തിക്കണമെങ്കിൽ മറ്റൊരു രാജ്യത്തിനും കഴിയില്ല, അത് ഇന്ത്യക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ഇന്ത്യൻ കമ്പനികളുമായി ചൈനീസ് കമ്പനികൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്പനികളിലേക്ക് ചൈന ഉൽപ്പന്നങ്ങൾ തരികയും മേക്ക് ഇൻ ചൈന എന്നുള്ളതിന് പകരം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതി അമേരിക്കയിലേക്ക് അയക്കുകയും ചെയ്യാനുള്ള ഒരു നീക്കമാണ് ചൈന ആഗ്രഹിക്കുന്നത്. ചൈന ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല, ഗതികേട് കൊണ്ടാണ്, വേറെ ഒരു മാർഗവും. ആ സ്ഥിതിക്ക് ഇപ്പോൾ ഇന്ത്യയെ പിണക്കിയാൽ, ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഗുണമൊന്നുമില്ല. അപ്പോൾ വ്യാപാര രംഗത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുകയാണോ വേണ്ടത്? നാടൻ ഭാഷ പറഞ്ഞാൽ വേലിയിലിരിക്കുന്ന ഒരു വയ്യാവേലിയെ എടുത്ത് തോളയിലിടുകയാണോ വേണ്ടത് എന്ന് ചൈന ചിന്തിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ. അതുകൊണ്ട് ചൈന പാകിസ്ഥാനെ പിന്തുണച്ചിട്ട് ഒന്നും കിട്ടാനില്ല, ലോകത്തിന്റെ ശത്രുതയും കിട്ടും. സാമ്പത്തിക രംഗത്ത് അമേരിക്ക നിലപാട് കുറെ കൂടെ കടുപ്പിക്കുകയും ചെയ്താൽ ചൈനയ്ക്ക് ഇത് വലിയ നഷ്ടക്കച്ചവടമായി മാറും. അപ്പോൾ ഈ നഷ്ടക്കച്ചവടത്തിന് ചൈന ഒരുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതായത് പാകിസ്ഥാനെ പിന്തുണച്ചാൽ ഇപ്പോൾ തന്നെ കഷ്ടത്തിലായ ചൈനീസ് സാമ്പത്തിക അവസ്ഥ കൂടുതൽ ബുദ്ധിമുട്ടിലാകുമെങ്കിൽ എന്തിന് പാകിസ്ഥാനെ സഹായിച്ച് ഈ വയ്യാവേലി വലിച്ചു വെക്കണം എന്ന ചിന്തയാണ് ഇപ്പോൾ ചൈനയെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം. അതല്ല എങ്കിൽ റഷ്യയുടെ പിന്തുണ ഇന്ത്യക്ക് കിട്ടിയ ഉടൻ തന്നെ ചൈന ഞങ്ങൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടതാണ്. പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ചൈന ഭയപ്പെടുന്നു, ചൈന മടിക്കുന്നു, ചൈന പരുങ്ങുന്നു, ചൈന പതുങ്ങുന്നു, ചൈന ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു എന്നൊന്നാണ്. ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടി അന്താരാഷ്ട്ര രംഗത്ത് ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ്. ഓക്കെ, ചൈന പതുങ്ങുന്നു എന്നുള്ളത് ശരിയാണ്. ചൈന ഇനി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും ഒരു സുപ്രധാന ഘടകം തന്നെയാണ്. പക്ഷെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ജയസൂര്യൻ സാർ, ഇന്ത്യ റഷ്യൻ തന്ത്രപരമായ പങ്കാളിത്തം എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. കാരണം
ചൈന പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചെടുത്താണ് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ കൂടി റഷ്യ തുറന്ന ഒരു പിന്തുണ ഇന്ത്യക്ക് പ്രഖ്യാപിക്കുന്നത്. അത് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു 1.5 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ഫോൺ സംഭാഷണത്തിലാണ് പൂർണ്ണമായും റഷ്യയുടെ പിന്തുണ ഇന്ത്യക്കാണെന്ന് അദ്ദേഹം അറിയിക്കുന്നതും. 5 പ്രധാന ഘടകങ്ങളെ അനുസരിച്ചാണ് ഇന്ത്യ റഷ്യ പങ്കാളിത്തം നടന്നു വരുന്നത്. നമുക്കൊക്കെ അറിയാം, രാഷ്ട്രീയം, പ്രതിരോധം, സിവിൽ, ആണവോർജം, ഭീകരവിരുദ്ധ സഹകരണം, അതുപോലെ തന്നെ ബഹിരാകാശ യാത്ര, അതിന്റെ ഒരു പര്യവേഷണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധത്തിലെ 5 പ്രധാന ഘടകങ്ങളിൽ ഒന്ന് ഭീകരവാദം തന്നെയാണ്. അങ്ങനെ ഉഭയകക്ഷി ബന്ധത്തിൽ ഏർപ്പെട്ട 2 രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് റഷ്യക്ക് ഇന്ത്യയെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും റഷ്യക്ക് ഇന്ത്യയെ പിന്തുണയ്ക്കാതിരിക്കാൻ കഴിയില്ല. അതിൽ ഈ 5 ഘടകങ്ങളിൽ ഏറ്റവും പ്രസക്തമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഭീകരവാദമാണ്. ഈ ഭീകരവാദത്തിന്റെ ഇരയാണ് റഷ്യയും. അതുകൊണ്ട് തന്നെ ആഗോള ഭീകരവാദങ്ങൾക്കെതിരെയുള്ള സംയുക്തമായ മുന്നേറ്റം, അക്കാര്യത്തിൽ റഷ്യ നമുക്ക് പിന്തുണ നൽകിയേ മതിയാവുള്ളൂ. അത് തീർച്ചയായിട്ടും ഇപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ്. ഇനി റഷ്യ പിന്തുണയ്ക്കുന്നില്ല എന്നിരിക്കട്ടെ, ഈ ഭീകരവാദ രാജ്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്നത് റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിലാണ്. അത് പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും അവരൊക്കെ തന്നെ റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ ഇന്ത്യ നേരിടുന്നതായ പ്രശ്നം റഷ്യയും നേരിടും എന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ ഇത്ര ഉറച്ച ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ കാരണം. ഇത് ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കും വലിയ മാതൃകയാണ്. ഞാൻ പറയുന്നത് ചൈനയ്ക്ക് പോലും മാതൃകയാണ്. കാരണം ചൈനയിലും ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. അവരതിനെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്താൻ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് എളുപ്പമുണ്ട്. ജനാധിപത്യം ആയതുകൊണ്ട്, ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ പത്രങ്ങളില്ല, മാധ്യമങ്ങളില്ല, പ്രതിപക്ഷമില്ല, ആരും മിണ്ടിയാൽ തല കാണില്ല. പക്ഷെ അതല്ലല്ലോ ഇന്ത്യ. ഇന്ത്യ ജനാധിപത്യമായതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കേണ്ടി വരുന്ന അത്ര വിശാലത്വമുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവരുടെയൊക്കെ അഭിപ്രായങ്ങളെ കേട്ടു എന്ന് വരുത്താതെ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ റഷ്യയുടെ തീരുമാനം നാളെ ചൈനയെയും ഇരുത്തി ചിന്തിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എന്തായാലും തീവ്രവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും പ്രകടനങ്ങളെയും ഒക്കെ നേരിടുന്നതിൽ ഇന്ത്യക്ക് നിരുപാധിക പിന്തുണ എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിൽ വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ റഷ്യ ഇന്ത്യക്ക് ഒരു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ജയസൂര്യൻ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയുടെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ ചൈന പാകിസ്ഥാന് പ്രഖ്യാപിച്ച പിന്തുണയുടെ കാര്യത്തിലാണ് ചൈനയ്ക്ക് തന്നെ ഇനി ഒരു ആശങ്ക നിലനിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇനി അവർ തുടർന്നും പിന്തുണ നൽകുമോ, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ചൈന എന്ത് നിലപാടെടുക്കുമെന്നൊക്കെ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.